എടാ വിനോദേ, ആ കണ്ണാടി എവിടെ എടുത്തു വെച്ചിരിക്കുന്നേ? അണ്ണാ അത് വെളിയിൽ ചാരി വെച്ചിട്ടുണ്ട്. ഹലോ. എന്തേ? ഒന്നുമില്ല. ഇത് സാറിന് ആളല്ലേ? അതെ. ചേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചത്? നല്ല ഹാപ്പി ആണല്ലോ. ഞാൻ ഭയങ്കര ഹാപ്പിയാ. തന്റെ ഈ വീട്ടുകാരെ ഓർത്തിട്ടാണോ? തീർച്ചയായും. എന്നെ ഒരിക്കൽ ഇവിടുത്തെ അച്ഛൻ അഡോപ്റ്റ് ചെയ്തതാണ്. എനിക്ക് മുമ്പ് ഇവിടെ ഒരാൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെന്തോ സംഭവിച്ചു. അതിനെന്തോ സംഭവിച്ചതല്ല. പിന്നെ തനിക്ക് മുമ്പേ എനിക്ക് ഈ വീട്ടിൽ വ്യക്തമായ ബന്ധമുണ്ട്. അതെയോ? നമ്മൾ തമ്മിൽ ഇതിന് മുന്നേ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലോ വല്ല ഫംഗ്ഷനിലോ കണ്ടെങ്കിലായി. അപ്പോ എനിക്ക് മുമ്പുണ്ടായിരുന്ന ആൾക്ക് എന്താണ് സംഭവിച്ചത്? അത് പിന്നെ ഈ വീട്ടിൽ തല തെറിച്ചൊരു പയ്യനുണ്ടായിരുന്നു. നാട്ടിലും വീട്ടിലും എല്ലാം തല്ലും വഴക്കമായിട്ട് നടക്കും. ഈ വീട്ടിൽ തന്നെ സർവ്വ സാധനങ്ങളും തല്ലി പിടിക്കും. കഞ്ചാവും കള്ളുവെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അവൻ മുമ്പ് എന്നെ ഒന്ന് തല്ലിയതാ. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടു. അടിപിടികൾ ഈ വീട്ടിൽ പതിവായിരുന്നു. അങ്ങനെ എന്തോ സംഭവിച്ചപ്പോഴാണ് തനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ആള് ഈ വീട്ടിൽ. അല്ല, ഇനി വീണ്ടും എങ്ങാനും? ഞാനവർക്ക് വിഷമിക്കൊന്നും വേണ്ട. അവന് വരാനൊന്നും പോകുന്നില്ല. പോലീസ് അവനെ കൊണ്ടുപോയി. ഏതോ മെന്റൽ ഹോസ്പിറ്റലാ. അപ്പോ ഞാൻ കരുതിയതിലും വലിയ ആളാണ് ചേട്ടൻ അല്ലേ? അതിലും വലുത്. ഓ, വലിയ ആളിൻ്റെതല്ല നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റുക, സന്തോഷത്തോടെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകുക. അതൊക്കെ ഒരു സുഖമുള്ള അനുഭവമാണ്. പക്ഷേ ചിലർ പുതിയ ബന്ധം വരുമ്പോൾ പഴയത് കളയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതും ശരിയാണ്. പഴഞ്ഞനാണെന്നും പറഞ്ഞ് വീട്ടുകാർ പുറത്താക്കുന്ന ദിവസം ഇനി എന്നാണോ വരുന്നത്? പക്ഷേ എന്നെ വീട്ടുകാർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ചേട്ടൻ അറിയുമോ, ഈ വീട്ടിലെ എല്ലാരും നല്ല ഗ്ലാമറായി നടക്കുന്നത് എന്നെ കണ്ടിട്ടാണ്. അത് മാത്രമല്ല, ഞാനല്ലാതെ മറ്റാരെയും ഇവിടെ ഉള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവർക്ക് സ്ഥിരമായി എന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന സന്തോഷം മറ്റെവിടെയും കിട്ടില്ല. പിന്നെ വേറെ ആരെ നോക്കുന്നതിലും അവർക്കല്പം പുഷ്ടിപ്പ് തോന്നിക്കുന്നതും എന്റെ അടുത്ത് വരുമ്പോഴാണ്. പുഷ്ടിപ്പോ? എങ്ങനെ? എവിടെ? സംഭവം അവർക്ക് മനസ്സിലായിട്ടില്ല. എന്താ സംഭവം? അതെ, എന്റെ സെന്റർ ഭാഗം അല്പം വള്ളലുള്ളതാണ് അതിന് കാരണം. അത് കൊള്ളാമല്ലോ. അതെന്റെ മാത്രം ഗുണമാണ്. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ നിന്റെ ഗുണവും സന്തോഷവും ഒക്കെ അവിടെ കൊണ്ട് നിൽക്കും. പക്ഷെ ഞാൻ ഇവിടെ അങ്ങനെയല്ല. ഈ വീട്ടിലുള്ളവരൊക്കെ എന്താണോ അത് തന്നെയാണ് ഞാൻ. മനസ്സിലായില്ല. താൻ ഇവരുടെ ചിരിയും സന്തോഷവും മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ? താൻ പറഞ്ഞത് കൂടാതെ അവരുടെ ഒറ്റപ്പെട്ടുള്ള ദുഃഖം, കരച്ചിലുകൾ ഞാൻ അനുഭവിച്ചതാണ്. എന്തിനു പറയുന്നു, ഒരാത്മഹത്യാ ശ്രമം പോലും എന്റെ മുൻപിൽ വെച്ചായിരുന്നു. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ എങ്ങനെ വരാനാ? അതിനൊക്കെയുള്ള സ്പേസ് ഉണ്ടെങ്കിലല്ലേ വരും. അവിടെ അതില്ലല്ലോ. എന്തായാലും എനിക്ക് ഈ വീട്ടിൽ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ ഉള്ളവരുടെ സൗന്ദര്യം, സന്തോഷം എല്ലാം ഞാൻ കൂടി ചേർന്നതാണ്. താൻ അത്രയ്ക്ക് അടുത്താവാണല്ലേ. എന്നെ സംബന്ധിച്ച് ഇതൊന്നും കൂടാതെ ഇവിടെ ഉള്ള ചിലരുടെ വികൃതികളും പൊരുത്തക്കേടുകളും ഒക്കെ ഞാൻ കാണാറുണ്ട്. അതിപ്പോ ഞാൻ എങ്ങനെ പറയുക? അവരിൽ ചിലരുടെ സ്വർഗാരോപണത്തിന് വരെ ഞാൻ സാക്ഷിയാണ്. അവന്മാരുടെ പണി കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്തൊരു വ്യാഴവട്ടം നോക്കിയ എന്ത് രസമായിരുന്നല്ലേ? ഇല്ല അല്ലേ? എടാ
ആ കണ്ണാടി അങ്ങെടുത്തോ. അപ്പൊ ശരി. ബൈ.